ഈ വാരാന്ത്യം യു.എ.യിൽ ക്ലൗഡ് സീഡിംഗ് സാധ്യത കൂടുതലാകുന്ന വിധത്തിൽ മഴമേഘങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. പരക്കെ മഴ ലഭിക്കാം. പ്രത്യേകിച്ച് വടക്കൻ എമിറേറ്റുകളിൽ മഴ സാധ്യത കൂടുതലാണെന്നും NCM. 350 കോടി ദിർഹം ചെലവിൽ ഷാർജയിൽ ഗ്രാൻഡ് മസ്ജിദിനടുത്ത് അതിവിശാലമായ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് വരുന്നു. GCCയിലെ ഏറ്റവും വലിയ ഗ്രീൻ റിവർ എന്ന രൂപത്തിൽ 2.5 കിലോമീറ്റർ നീളത്തിലുള്ള പുഴയും പദ്ധതിയുടെ ഭാഗം. കുവൈറ്റിലെ അക്കറാത്ത് കമ്പനിയാണ് പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. 6 മില്യൺ സ്ക്വയർ ഫീറ്റിൽ 1100 ടൗൺ ഹൗസുകളും വില്ലകളും. 1.8 മില്യൺ ദിർഹത്തിന് 3 ബെഡ്റൂം. ഇന്ന് വെളുപ്പിന് വസതിയിൽ മോഷ്ടാക്കളുടെ ആക്രമണത്തിന് വിധേയനായ നടൻ സെയ്ഫ് അലി ഖാന്റെ നട്ടെല്ലിൽ നിന്ന് 2.5 ഇഞ്ച് നീളമുള്ള കത്തിയുടെ ഭാഗം ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്തു. രക്തച്ചോർച്ച നിന്നു. അപകടനില തരണം ചെയ്തു. കഴുത്തിലും കയ്യിലുമായി 6 മുറിവുകൾ. ഷാർജയിൽ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന ഒരു വനിതയെ ഇടിച്ചിട്ട ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്ക് പറ്റിയ വനിതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണമടയുകയായിരുന്നു. വാഹനം ഓടിച്ചതും ഒരു വനിതയായിരുന്നു. സ്പീഡ് കൂടുതലായിരുന്നെന്ന് പറയപ്പെടുന്നു. ഷാർജ അൽ ഗർബ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ച ശേഷവും ഇസ്രയേൽ ഗസയിൽ വ്യോമാക്രമണം നടത്തി. 32 പേർ തൽക്ഷണം മരിച്ചതായി ആരോഗ്യ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. നെയ്യാറ്റിൻകര ഗോപന്റേത് സ്വാഭാവിക മരണം തന്നെയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നാളെ ആചാരപ്രകാരം വിപുലമായ മഹാസമാധി ചടങ്ങുകൾ. Night updates supported by Tasi Gold and Diamonds, Akbar Travels, Partha Signature Abu Shagara Sharjah, Cuties International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,